ആഹ് പേര് അമൃത. സ്ഥലം ഹരിപ്പാട് ഡാണാപ്പടിയാണ്. ഒരു MBA സ്റ്റുഡൻ്റ് ആണ്. ഏകദേശം 2 വർഷമായി RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഷന് അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ്. ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. വിസിബിൾ ആണോ സ്ക്രീൻ? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ PCOD നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന ഒരു ടേമാണ് PCOD. എന്നാൽ പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ, അങ്ങനെ 2 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് PMOS അല്ലെങ്കിൽ എന്താ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നതിനെ വിളിക്കാം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. PCOD എന്ന് പറയുമ്പോൾ എന്താണ്, അണ്ഡാശയത്തിൽ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ കാണുന്ന മുഴകൾ എന്നാണ് പൊതുവെ നമുക്കറിയാവുന്ന ഒരു പ്രശ്നം. പക്ഷെ അത് മാത്രമല്ല, അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ കാണുന്ന മുഴകൾ അല്ലെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നു എന്നുള്ളത് മാത്രമല്ല, അതിലുപരി മെറ്റബോളിസത്തെയും ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനത്തെയും മെന്റലി ഫിസിക്കലി ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിനെ PMOS എന്നും വിളിക്കാം എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും ഇതിനെ അങ്ങനെ ഓവറിയിൽ സിസ്റ്റ് വന്ന രോഗം എന്നാണ് എന്ന് മാത്രം എന്താണ് ആ ഒരു രീതിയിൽ മാത്രമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഹോർമോണിന്റെ ഇംബാലൻസസ് കാരണമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അമിതമായിട്ട് രോമവളർച്ച കാണുക, ശരീരത്തിന്റെ ഭാരം അമിതമായിട്ട് കൂടുക, മുഖത്ത് മുഖക്കുരു വരിക, അതുപോലെ തന്നെ പീരീഡ്സ് ഇറഗുലർ ആവുക. ഇനി കൺസീവ് ചെയ്യാനായിട്ട് പീരീഡ്സ് റെഗുലർ ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ട് വരിക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഒരു 5 സ്ത്രീകളെ എടുത്താൽ അതിലൊരു ഒരാൾക്ക് എന്തായാലും PCOD ഉണ്ടാവും. അപ്പോൾ ഇന്ന് പ്രായപൂർത്തിയായ സ്ത്രീകളിലെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ്. ഇതിന് നേരത്തെ അതിനെ തിരിച്ചറിയുകയും അതിന് വേണ്ട എന്തൊക്കെയാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ ചെയ്യേണ്ടത്, ലൈഫ് സ്റ്റൈലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം എന്താണ് PCOD, എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്, അതിന്റെ സിംറ്റംസ്, അതിന്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ്, അങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് PCOD? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ. പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒന്നിലധികം എന്ന് പറയും. അപ്പോൾ ഓവറീസില്, അണ്ഡാശയത്തില് നമ്മൾ സാധാരണയായി എല്ലാ മാസവും ഓവം അല്ലെങ്കിൽ അണ്ഡം ഉണ്ടാകുന്നുണ്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പം പറഞ്ഞു, അസന്തുലിത അവസ്ഥ അല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇതിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം എല്ലാ മാസവും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ പീരീഡ്സ് എല്ലാ മാസവും സാധാരണയായി സംഭവിക്കേണ്ട പീരീഡ്സ് ഉണ്ടാകാതിരിക്കുകയും ഇത് ചെറിയ ചെറിയ സിസ്റ്റ് ആയിട്ട് ഓവറിയിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഇതിനെയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ അല്ലെങ്കിൽ പ്രത്യുൽപാദന കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ജീവിതശൈലി രോഗത്തിൽ നമുക്ക് ഇതിനെ പെടുത്താം. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ എന്നും അതുപോലെ തന്നെ PCOS പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അങ്ങനെ 2 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. PCOD എന്ന് പറയുന്നത് ഈ ഓവറിയിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം മാത്രമാണെങ്കിൽ, PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ ഹോർമോണിന്റെ ഇംബാലൻസ് അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ മുടി ഒഴിച്ചില്, മുഖത്ത് കുരു വരിക, അതുപോലെ തന്നെ എന്താ അങ്ങനെ മറ്റ് പ്രശ്നങ്ങൾ, രോമ വളർച്ച, പുരുഷന്മാരുടേതുപോലെ ഹോർമോൺസ്, സ്ത്രീകളിൽ പുരുഷ ഹോർമോണിന്റെ ഉൽപാദനം കൂടുന്നു, അതുപോലെ തന്നെ മെന്റലി അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ് കൂടുക. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം എല്ലാ മാസവും സ്ത്രീകളില് മെച്ചുറായിട്ടുള്ള എഗ്ഗ് ഓവർ റിലീസ് ചെയ്യുന്നുണ്ട്, അതായത് അണ്ടം ഉണ്ടാവുന്നുണ്ട്. ഇത് എന്താണ്, ഫെർട്ടിലൈസ് ചെയ്തില്ല, പുംബീജവുമായിട്ട് ചേർന്ന് ഒരു കുഞ്ഞുണ്ടാവുന്ന പ്രക്രിയ. അപ്പം അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെത്ത പോലെ എന്താണ് ഗർഭാശയത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു 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 ആവരണം എന്ത് ചെയ്യുന്നു, പുറന്തള്ളപ്പെടുന്നു. അതിനെയാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ
നല്ല രീതിയിൽ ഹോർമോണ് എന്താ സെക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണം. നടന്നില്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പം ഇത് എന്താവുന്നു, ചെറിയ ചെറിയ സിസ്റ്റ് ആയിട്ട് ഓവറീസിൽ അവിടെ ഇവിടെ രൂപപ്പെടുന്നു. ഈ ഒരു കണ്ടീഷനാണ് PCOS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് സ്ത്രീകളിലെ പുരുഷ ഹോർമോണിന്റെ എണ്ണം ക്രമാതീതമായി കൂടും. ഇന്ന് സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 50% സ്ത്രീകൾ ഈ PCOD ഉള്ള സ്ത്രീകളാണ്. ചിലർക്ക് തിരിച്ചറിയാതെ പോകുന്നു. ഇപ്പൊ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നില്ല എന്ന് പറയുന്നു. പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ളവർക്കും ചിലപ്പോൾ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ സ്ത്രീകൾ ഒരു 50% സ്ത്രീകളിൽ PCOD ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പം എന്തൊക്കെ റിസ്ക്, ഇപ്പൊ PCOD അല്ലെങ്കിൽ PCOS ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ നേരിടേണ്ടി വരുന്നത്? PCOD എന്ന് പറയുമ്പം പ്രധാനമായിട്ടും പീരീഡ്സ് കറക്റ്റ് ആയിട്ട് നടക്കില്ല, ഓവുലേഷൻ കറക്റ്റ് ആയിട്ടായിരിക്കില്ല നടക്കുന്നത്. അത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കാം. അതായത് ഇപ്പം ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ഈ സിസ്റ്റുകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പം അത് ഇൻഫെർട്ടിലിറ്റിക്ക് അല്ലെങ്കിൽ വന്ധ്യതയിലേക്ക് നയിക്കുന്നു. ഇനി PCOD ഉള്ള സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ രോഗം, അതുപോലെ തന്നെ ഡയബറ്റിസ്, ഇനി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഹെൽത്ത് കണ്ടീഷൻ, മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ്, അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. ഇപ്പൊ PCOD അല്ലെങ്കിൽ PCOS ഉള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്താ, ഗർഭാശയത്തില് മുഴകള്, ഓവറീസിൽ മുഴകൾ കാണുന്നു എന്നുള്ളത് മാത്രമല്ല, അവരെ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ട്. അതായത് എപ്പോഴും സ്ട്രെസ്, ഒന്നും അലസമായിട്ടിരിക്കാൻ തോന്നുക, അതായത് ഭയങ്കര ക്ഷീണം, എപ്പോഴും ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. പ്രധാനമായിട്ടും ഇതിപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ PCOD ഉണ്ടാവും. പല കാരണങ്ങളുണ്ട് PCOD ഉണ്ടാവാനായിട്ട്. ഇനി PCOD ഉള്ള സ്ത്രീകൾക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ 50% അവർക്ക് റിസ്ക് ഉണ്ട് ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ 40 വയസ്സിന് മുന്നേ ഉള്ള പ്രീ ഡയബറ്റിസ് ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എന്താണ് PCOD ഉണ്ടാവുന്ന അല്ലെങ്കിൽ PCOD ഉള്ള സ്ത്രീകൾക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇറഗുലർ ആയിട്ടായിരിക്കും പീരീഡ്സ് വരുന്നത്, അന്നെങ്കിൽ പീരീഡ്സ് ഉണ്ടാവില്ല. അതായത് 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെയാണ് പീരീഡ്സ് വരുന്നത്. 28 ദിവസം അല്ലെങ്കിൽ ഒരു 32 ദിവസം വരെയുള്ള ഒരു സൈക്കിളിലാണ് പീരീഡ്സ് സംഭവിക്കേണ്ടത്. എന്നാൽ ഇത് സംഭവിക്കുന്നില്ല സ്വാഭാവികമായിട്ട്. ഒരു മാസം, ഈ 2 മാസം 3 മാസം ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് മെഡിക്കേഷൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പീരീഡ്സ് ആവുന്നില്ല. ഡോക്ടറെ പോയി മരുന്ന് കഴിച്ചാൽ മാത്രമേ പീരീഡ്സ് ആവുന്നുള്ളൂ. ഈ ഹോർമോണിന്റെ ഇംബാലൻസ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പുരുഷ ഹോർമോൺ കൂടി നിൽക്കും, അപ്പം പീരീഡ്സ് സംഭവിക്കില്ല. അപ്പൊ ഈ ഹോർമോണിന്റെ ബാലൻസ് ശരിയാക്കിയാൽ മാത്രമേ, മരുന്ന് കഴിച്ച് ഹോർമോണിന്റെ ബാലൻസ് ശരിയാക്കിയാൽ പീരീഡ്സ് കറക്റ്റ് ആവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ. ഇനി പീരീഡ്സ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പം അത് റെഗുലർ ആയിട്ട് പീരീഡ്സ് സംഭവിക്കുന്നുണ്ടാവും, എന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ രക്തസ്രാവം ഉണ്ടാവില്ല, വളരെ കുറവ് ബ്ലഡ് ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പീരീഡ്സ് വരാം. അതുപോലെ തന്നെ ഇപ്പൊ 2 വർഷത്തിലധികമായിട്ട് മെൻസ്ട്രേഷൻ സംഭവിച്ചിട്ട് 2 വർഷത്തിലധികമായിട്ടും ഇങ്ങനെ ഇറഗുലർ ആയിട്ടാണ് പീരീഡ്സ് വരുന്നത്. അതായത് 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് വരുന്നത്, മരുന്നില്ലാതെ പീരീഡ്സ് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഇനി വെയിറ്റ് കൂടുക, ഭയങ്കരമായിട്ട് വണ്ണം വെക്കുക. നമുക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിച്ചാൽ, ഇപ്പൊ നല്ല എക്സസൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ വ്യായാമം ചെയ്തും നല്ല ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചാലും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ള സ്ത്രീകൾക്ക്. അപ്പൊ നമുക്ക് പിന്നെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പ്രശ്നമാണ് മുഖത്ത്, ബാക്കില്, ചെസ്റ്റില്, അതുപോലെ താടിക്ക് ഒക്കെ രോമ വളർച്ച. അത് കൂടും. അതായത് പുരുഷ ഹോർമോൺ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രോമ വളർച്ച കൂടുന്നത്. ഇനി മുടി കൊഴിച്ചിലുണ്ടാവുക. മുടി കൊഴിച്ചിലുണ്ടാവുന്നത് പുരുഷന്മാരുടേതുപോലെ കഷണ്ടി അങ്ങനെ ആയിരിക്കും മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് തിന്നാവും, അല്ലെ അതിന്റെ കനം കുറയുന്നു, പൊട്ടിപ്പോവുക. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ മുഖത്ത് കുരു, അതുപോലെ തന്നെ ബാക്കിലും ഒക്കെ കുരുക്കൾ ഉണ്ടാവുന്നത്, ഇത് മെയിൽ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല, പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ
കൺസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. അതായത് ഓവുലേഷൻ ശരിയായ രീതിയിൽ നടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നടന്നാൽ മാത്രമേ കൺസീവ് ചെയ്യാൻ പറ്റൂ. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ്, എപ്പോഴും ഭയങ്കര ടെൻഷൻ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ദേഷ്യം വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ PCOD PCOS ഒക്കെ ഉള്ള സ്ത്രീകൾ നേരിടുന്നതാണ്. ഇനി കഴുത്തിന്റെ ബാക്കിൽ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നെക്കിന്റെ ബാക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ കറുത്തിട്ടുണ്ടാവും. അത് ഡാർക്ക് ആയിട്ടിരിക്കും, പിഗ്മെന്റേഷൻ. അതുപോലെ തന്നെ ആംപിറ്റ്സിൽ, അതായത് കക്ഷത്തില്, ബ്രസ്റ്റിന് താഴെ ഒക്കെ പിഗ്മെന്റേഷൻ കാണപ്പെടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കറുത്ത് ഡാർക്ക് ആയിട്ടിരിക്കുക. ഇതൊക്കെ PCOD ഉള്ള സ്ത്രീകളിൽ പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ചില കേസിൽ ഹസ്കി വോയിസ്, അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ കൂടുന്നത് കൊണ്ട് തന്നെ ശബ്ദത്തിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, കൂർക്കം വലി, ഇപ്പം ഇതെല്ലാം ഉണ്ടാവണം എന്നില്ല. ഇപ്പം ഇതിലേതെങ്കിലും ഒക്കെ സിംറ്റംസ് ഈ PCOD അല്ലെങ്കിൽ PCOS കണ്ടീഷൻസ് ഉള്ള സ്ത്രീകൾ നേരിടുന്നുണ്ടാവും. ഇനി എന്തുകൊണ്ട് PCOD ഉണ്ടാകുന്നത്? അപ്പം ഇതിന്റെ ഒരു മൂല കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ തിരുത്താൻ, എന്താണ് അതിന് ചെയ്യാൻ പറ്റുക, അത് മാറ്റാൻ, അത് റിവേഴ്സ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് PCOD വരുന്നത് അല്ലെങ്കിൽ PCOS ഉണ്ടാവുന്നത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ജനറ്റിക് ആണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ കുടുംബത്തിലെ അമ്മയ്ക്കോ അമ്മുമ്മയ്ക്കോ ഒക്കെ ഡയബറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഒബീസ് ആണ്, അല്ലെങ്കിൽ അമിതവണ്ണമൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ചിലപ്പോൾ PCOD PCOS ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി മതിയായ ഉറക്കമില്ലാതിരിക്കുക, ക്വാളിറ്റി സ്ലീപ്പ്, ഒരു 7 to 8 hours എങ്കിലും ഉറങ്ങണം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും PCOD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ PCODയിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. ഇനി ഒബിസിറ്റി, അമിതവണ്ണം, ആവശ്യത്തിൽ കൂടുതൽ, നമുക്ക് ഹൈറ്റിനനുസരിച്ച് എത്ര വണ്ണം വേണം എന്നുള്ളതിനൊരു കണക്കുണ്ട്. അപ്പം അത് അമിതമാവുക, വെയിറ്റ് കൂടുക. ഇപ്പൊ വെയിറ്റ് കൂടുന്നത്, ഇപ്പൊ PCOD ഒക്കെ ഉള്ള സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ വയറ് കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുക. അതായത് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ പൂർണ്ണമായിട്ടും ഈ അബ്ഡോമൻ ഏരിയയിലായിരിക്കും, വയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലും ഒക്കെ ആയിരിക്കും. അപ്പം വെയിറ്റ് കൂടുന്നതും എസ്പെഷ്യലി ഈ വയറിന്റെ ഭാഗത്തൊക്കെ വണ്ണം വെച്ചിരിക്കുന്നത്. ഇനി സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് അലസമായിട്ടുള്ള ജീവിത രീതി. ഇപ്പം പ്രത്യേകിച്ച് വ്യായാമമോ അല്ലെങ്കിൽ ശരീരം അനങ്ങിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല, ഇരിക്കുക കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും വെയിറ്റ് കൂടാൻ കാരണമാവാം. അതുപോലെ തന്നെ ഇപ്പൊ വെയിറ്റ് കുറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും, വെയിറ്റ് കുറയുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം ഒന്നും ആയിരിക്കില്ല കഴിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, പുറത്തു നിന്ന് വാങ്ങി ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഇതൊരു നമ്മൾ ഈ ഒരു തിരക്കിട്ട ജീവിതത്തിൽ അത് വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ശരീരത്തിന് ആവശ്യം, എൻ്റെ വെയിറ്റിന് അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് എന്താണ് എൻ്റെ ബോഡിയിൽ ഇല്ലാത്തത്, എന്താണ് എൻ്റെ ബോഡിക്ക് ആവശ്യം എന്ന് കണ്ടുപിടിച്ച്, എന്തൊക്കെ ന്യൂട്രീഷൻസ് വേണം, എന്തൊക്കെ പ്രോട്ടീൻ എത്രത്തോളം വേണം എന്ന് കണ്ടുപിടിച്ച് അതിനൊരു ഡയറ്റ് ഉണ്ടാക്കി പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യുന്നത് വളരെ കുറവാണ്, ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ്, അല്ലെങ്കിൽ ആഹാര രീതി നമ്മൾ മോശമായിട്ടുള്ളതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ PCOD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ന്യൂട്രീഷൻസ് ഇല്ല. അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ഓരോ അളവിൽ, അതായത് എത്രത്തോളം മിനറൽസ് വേണം, ഇത്രത്തോളം വൈറ്റമിൻസ് വേണം എന്നുള്ളതിനൊരു കണക്കുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസും മിനറൽസും ഒന്നും എത്തുന്നില്ല. മറിച്ച് ഈ പുറത്തു നിന്ന് ആഹാരം വാങ്ങി കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, കൂൾ ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയെ അത് തെറ്റായ രീതിയിൽ ബാധിക്കുന്നു. അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അതിനെ ബാധിക്കുന്നു, അതിനെ ഡാമേജ് ചെയ്യുന്നു. പിന്നെ ഒരു കാരണമാണ് സ്ട്രെസ്. ഭയങ്കര ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലില് ടെൻഷൻ, അതുപോലെ തന്നെ സ്ട്രെസ്, ഇതൊക്കെ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. അപ്പം അഡ്രിനലിൻ ഗ്ലാൻഡിൽ നിന്നും ഈ കോർട്ടിസോള് കൂടാനായിട്ട് അമിതമായിട്ട് ഈ കോർട്ടിസോള് ഉൽപ്പാദിപ്പിക്കപ്പെടും ബോഡിയിൽ. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് മിക്ക ശരീരത്തിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ന് ദൈനംദിനം നമ്മൾ നേരിടുന്ന മിക്ക ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റി വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ, ഇപ്പൊ ചോറാവാം, അല്ലെങ്കിൽ ഷുഗർ ആവാം, അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആവാം, എന്തോ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസ്
ബ്ലഡിലൂടെയാണ് മറ്റു കോശങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനായിട്ട് പോകുന്നത്. മറ്റു കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് എത്തി നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഊർജ്ജം വേണ്ട സമയത്ത് അവിടെ നിന്ന് നമ്മളത് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇത് മതിയായ അളവിൽ കൂടുതൽ പിന്നെയും തുടർച്ചയായിട്ട് ഇത് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസ് കോശങ്ങളിൽ സംഭരിച്ച് വെക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ അതാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് സംഭരിച്ച് വെക്കാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ. അപ്പൊ മതിയായ അളവിൽ കൂടുതൽ ഷുഗർ കോശങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ കോശങ്ങൾ പറയും ഇനി വേണ്ട, ഇനി എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഈ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പം എങ്ങനെയെങ്കിലും ഈ ഗ്ലൂക്കോസ് കോശങ്ങളിൽ ശേഖരിച്ചു വെച്ചേ പറ്റൂ. അപ്പം എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ ക്രമാതീതമായിട്ട് കൂടുന്നു. ബോഡിയിൽ കൂടിക്കഴിയുമ്പോൾ ഈ ഇൻസുലിൻ തന്നെ ഈ ഗ്ലൂക്കോസിനെ ഫാറ്റ് ആയിട്ട് മാറ്റി എന്ത് ചെയ്യുന്നു? മറ്റ് ശരീരഭാഗങ്ങളിലേക്ക്, പ്രധാനമായിട്ടും വയറില്, അതുപോലെ തന്നെ ലിവറിന്റെ ഭിത്തിയിലൊക്കെ ശേഖരിച്ച് വെക്കുന്നു, ഫാറ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ തന്നെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ PCOD അല്ലെങ്കിൽ PCOS ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനൊരു പ്രധാന കാരണം ഇതാണ്. ഈ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫാറ്റ് ആയിട്ട് മാറി ഇത് എന്താണ് ലിവറിന്റെ ചുറ്റും അതുപോലെ തന്നെ വയറിന് ഭാഗത്തും ഒക്കെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് വയറ് കൂടുതൽ കാണുന്നത് PCOD PCOS ഒക്കെ ഉള്ള സ്ത്രീകൾക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാരണമാണ് കെമിക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് വൈകുന്നത് വരെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക്, നമ്മൾ ഫുഡ് പാക്ക് ചെയ്യുന്നത് അലൂമിനിയം പാക്കേജിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ഫ്രഷ്നറുകൾ, ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനേഴ്സ്, ടാൽക്കം പൗഡേഴ്സ്, ഇപ്പം കോസ്മെറ്റിക്സ് മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോസ്മെറ്റിക്സ്, ഇനി അതല്ല ബോഡി വാഷ്, ഇനി ഷാംപൂ, ഇവയെല്ലാം കെമിക്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്താണ് പദാർത്ഥങ്ങളാണ്. അപ്പൊ ഈ കെമിക്കൽ പൊല്യൂട്ടൻസിന് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം അത് ഒരു കാരണമാണ്. PCOD ഇതൊക്കെ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്നല്ല, അതൊരു റീസൺ ആണ്. ഇനി ഇൻഫ്ലമേഷൻ, അതായത് ബോഡിയിൽ നീർവീഴ്ച, അത് കുറച്ചായിട്ടായിരിക്കും അല്ലെങ്കിൽ ചെറിയ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന രീതിയിൽ വന്നു കഴിയുമ്പോൾ അതും PCODക്ക് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി ഹോർമോണൽ ഇംബാലൻസസ് നമ്മൾ പറഞ്ഞു. അതായത് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ മിക്ക പ്രവർത്തനങ്ങളും നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഹോർമോണിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണം. ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യണം. PCOD PCOS ഒക്കെയുള്ള സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ ഹോർമോൺ സെക്രീറ്റ് ചെയ്യില്ല, പുരുഷ ഹോർമോണുകൾ കൂടുതലായിട്ട് വരുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരില്ല, മുഖത്ത് കുരുക്കള്, എക്സസീവായിട്ട് ഹെയർ ഗ്രോത്ത്, പുരുഷന്മാരുടേതുപോലെ രോമവളർച്ച, ശരീരഭാഗങ്ങളിലൊക്കെ രോമവളർച്ച, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനെ സംബന്ധിച്ച് ഈ ഹോർമോണൽ ഇംബാലൻസസ് കാരണം ഉണ്ടാവുന്നു. ഇനി തൈറോയിഡ് ഹോർമോണിന്റെ അബ്നോർമാലിറ്റീസ്. തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളും പീരീഡ്സിനെ അല്ലെങ്കിൽ ഓവുലേഷനെയും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയെയും ശരീരത്തിന്റെ ഊർജത്തെയും ഒക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ നിലനിർത്താൻ എന്താ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ആണ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൈറോയിഡിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ. അപ്പം അത് ശരിയായ രീതിയിലല്ല നടക്കുന്നത്, അതിൽ അബ്നോർമാലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അസന്തുലിതമായിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് പീരീഡ്സ് കറക്റ്റായിട്ട് സംഭവിക്കാൻ ഒരു തടസ്സമായിട്ട് മാറും. ഇനി അതായത് ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുക, ഗർഭനിരോധന മരുന്നുകൾ കഴിക്കുക. ഈ മരുന്നുകൾ നമ്മൾ കഴിക്കും. അങ്ങനെ അത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഓവറിയുടെ ഒരു പ്രവർത്തനത്തെ അത് ഒന്ന് നിർത്തിവെക്കുക അല്ലെങ്കിൽ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് ആ മരുന്നുകൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്നത് നിർത്തിയാലും ചിലപ്പോൾ അത് തിരിച്ച് ഓവറിയുടെ ഫങ്ഷൻ ഒക്കെ നോർമലായിട്ട് വരാൻ, പഴയ രീതിയിലേക്ക് വരാൻ ചിലപ്പോൾ സമയമെടുത്തു എന്ന് വരും. ഇനി ചില മരുന്നുകൾ കഴിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനെ ബാധിക്കാം. പ്രോപ്പറായിട്ട് ബ്രെയിനിലേക്ക് സിഗ്നലുകൾ എത്തുന്നില്ല, അത് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ശരീരത്തിന് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളൊക്കെ അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ബ്രെയിൻ ഫങ്ഷൻ നടന്നില്ല, ബ്രെയിനിലേക്ക് ശരിയായിട്ട് സിഗ്നലുകൾ എത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല. ഇതിൽ മിക്കതും അല്ലെങ്കിൽ ഇതിൽ
ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് PCOD ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിത രീതിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് PCOD റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു PCOD ഉള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ PCOS ഉള്ള സ്ത്രീകൾക്ക് അമിത ഭാരം അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ വണ്ണമുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല PCOD അല്ലെങ്കിൽ PCOS ഉണ്ടാകുന്നത്. ഇപ്പൊ ഒരാൾക്ക് വണ്ണമുണ്ട് എന്ന് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ PCOS ഉണ്ട് എന്നുള്ളത്. വണ്ണമില്ലാത്ത ലീൻ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മെലിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും PCOD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം അതായത് അണ്ടർ വെയിറ്റ് ആയാലും ഇപ്പം നമുക്ക് ഇത്ര വെയിറ്റ് ഒരാൾക്ക് ഹൈറ്റിനനുസരിച്ച് വേണമല്ലോ. അപ്പം അണ്ടർ വെയിറ്റ് ആയാലും ഓവർ വെയിറ്റ് ആയാലും PCOD ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം PCOD ഇപ്പം വണ്ണം കുറഞ്ഞ സ്ത്രീകൾ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ഫാറ്റ് കൂടുതലായിരിക്കും, കൊഴുപ്പ് കൂടുതലായിരിക്കും, എന്നാൽ മസിലിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഈ മസിലും ഫാറ്റിനും ഒരു റേഷ്യോ ഉണ്ട്, ശരീരത്തിൽ എത്ര വേണം എന്നൊക്കെയുള്ള അത് അസന്തുലിതമായിട്ടായിരിക്കും, അല്ലെ അത് നോർമൽ ആയിട്ടായിരിക്കില്ല ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞു വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ എന്താ ആമാശയത്തിലുള്ള മറ്റ് എന്താ അവയവങ്ങളിലേക്കൊക്കെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ശരീരത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ വയറ് ഇങ്ങനെ ചാടിയിട്ടുണ്ടാവും. അതായത് സ്റ്റൊമക്കിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് കൂടുതൽ ഫാറ്റ്, വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് കാണപ്പെടും. ഇനി ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരിക്കും. ഇപ്പൊ PCOS ഉള്ള സ്ത്രീകൾക്ക് പൊതുവെ ടെൻഷൻ, അതുപോലെ തന്നെ ഡിപ്രഷൻ, സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും. ഇനി അവർ തെരഞ്ഞെടുക്കുന്ന ആഹാര രീതി തെറ്റായിട്ടുള്ളതായിരിക്കും. ഇപ്പം പൊതുവെ PCOS ഒക്കെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഷുഗർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊണ്ടതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയിലുള്ള ആഹാരം, അതുപോലെ തന്നെ വ്യായാമം, പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പം അതുപോലെ അതേസമയം നമ്മൾ പിന്നെ അത് കൺട്രോൾ ആയി, ഷുഗറൊക്കെ കൺട്രോൾ ആയി, അടുത്ത മാസം തൊട്ട് പിന്നെയും മധുരപലഹാരങ്ങൾ കഴിക്കുക, വ്യായാമം ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് പിന്നെയും തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് PCOS എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു ലൈഫ് ലോങ് നമ്മൾ എന്ത് കഴിക്കണം, എന്തൊക്കെ ആഹാരമാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്, പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ലൈഫ് ലോങ് അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ തെറ്റായിട്ടുള്ള ആഹാര രീതിയാണ് നമ്മുടേതെന്നുണ്ടെങ്കിൽ PCOD വരാനുള്ള സാധ്യതയുണ്ട്. PCOD ഉള്ള സ്ത്രീകൾക്ക് 80% അല്ലെങ്കിൽ 85% സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ D മതിയായ അളവിൽ അവരുടെ ശരീരത്തിൽ ഇല്ല എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഇനി ഗട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ ആമാശയ വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടാവും. ഇപ്പൊ ഗട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ നീർവീഴ്ച അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീർവീഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് PCOD ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ PCOD ഉണ്ടാവും. ഇനി ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മുമ്മയ്ക്കോ അല്ലെ സഹോദരിക്കോ ഒക്കെ ഡയബറ്റിസ് ഉണ്ട്, അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും PCOD വരാനുള്ള സാധ്യതയുണ്ട്. ഇനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എനിക്ക് PCOD ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, ഞാൻ അതിലൂടെയാണ് കടന്നു പോകുന്നത്, എങ്ങനെ തിരിച്ചറിയാം? ഇപ്പം 2 മാസം 3 മാസം ഒക്കെ കൂടിയിട്ടാണ് പീരീഡ്സ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ഇപ്പം മരുന്ന് കഴിക്കാതെ പീരീഡ്സ് വരാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാനിനെ കുറിച്ച് തരുന്നുണ്ടാവും, സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതിലൂടെ ഓവറീസിൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ മുഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് എത്രയാണ്, സിസ്റ്റ് ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിന് എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്നൊക്കെയുള്ളത് ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തുക. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു PCOS ഒക്കെയുള്ള സ്ത്രീകളിൽ ഹോർമോണിന്റെ ലെവൽ അല്ലെങ്കിൽ ഹോർമോൺ അസന്തുലിതമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്, പുരുഷ ഹോർമോൺ കൂടി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പുരുഷ ഹോർമോൺ കൂടുതലാണോ എന്ന് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ്, കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ്, ഇത് മൂന്നും ചെക്ക് ചെയ്യും. ഗ്ലൂക്കോസും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലാണ്, ഇത് മൂന്നും കൂടുതലാണെന്നുണ്ടെങ്കിൽ PCOD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യാം. യൂറിക് ആസിഡിന്റെ ലെവല് 5.5 mg/dL കൂടുതലാണ് എന്നുണ്ടെങ്കിൽ PCOD ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഇനി അത് ഒരു എന്താ പറയാ, ഒരു ഇന്ത്യൻ സ്ത്രീക്ക് വേസ്റ്റ് എത്രത്തോളം ഉണ്ടാവണം, അല്ലെങ്കിൽ വയറിന്റെ സർക്കംഫറൻസ്, വിസ്തീർണം എത്ര ഉണ്ടാവണം എന്നുള്ളതിന്റെ ഒരു കണക്കാണ്. ഇപ്പൊ ഒരു 180 ഹൈറ്റ് ഉള്ള ഒരു സ്ത്രീക്ക് ഒരു 75 സെന്റിമീറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ വേസ്റ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ വേസ്റ്റും ഹിപ്പും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഹിപ്പിന് എത്രയാണോ സെന്റിമീറ്റർ അതേ മൈനസ് വേസ്റ്റിന്റെ സൈസ് നോക്കുക. അത് ഏകദേശം 0.86 കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സർക്കംഫറൻസ് അല്ല, വിസ്തീർണം അല്ല എന്നൊരു കണക്ക് ഉണ്ട്. ഇപ്പൊ മുന്നേ പറഞ്ഞതുപോലെ തന്നെ PCOD ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-ൽ 1 സ്ത്രീക്ക് PCOD ഉള്ളതായിട്ട് PCOD ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ ന്യൂട്രിയൻസ് കഴിച്ചാൽ നമുക്ക് ഈ PCOD അല്ലെങ്കിൽ PCOSനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ ആഹാര രീതിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാൽ തന്നെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളെയും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ദൈനംദിനം നേരിടുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ PCOD ഒക്കെ ഉള്ള സ്ത്രീകളിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് അവർക്ക് കൊടുത്താൽ, അല്ല എന്തൊക്കെ ന്യൂട്രിയൻസ് കഴിച്ചാലാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ PCOD ഉള്ള സ്ത്രീകളെ എന്തൊക്കെ ന്യൂട്രിയൻസ് കഴിക്കണം എന്നുള്ളത് നോക്കാം. ഒന്ന്, വൈറ്റമിൻ B12. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. അതായത് രക്തത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കാൻ പറ്റുന്നില്ല, കോശങ്ങളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. മറിച്ച് ആ ഇൻസുലിൻ തന്നെ ഇതെന്തായിട്ട് മാറ്റുന്നു, ഗ്ലൂക്കോസിനെ ഫാറ്റ് ആയിട്ട് മാറ്റി ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക്, പ്രധാനമായിട്ടും ആമാശയത്തിലുള്ള അവയവങ്ങളിലേക്ക്, കരളിന് ചുറ്റും വയറിന് ചുറ്റും ഒക്കെ ആയിട്ട് തന്നെ സംഭരിച്ചു വെക്കുന്നു. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOD ഉള്ള സ്ത്രീകളിൽ കൂടുതലായിരിക്കും. അപ്പം അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. ഇനി ഇനോസിറ്റോൾസ് എന്ത് ചെയ്യുന്നു? അത് ഒരു സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒരു പദാർത്ഥമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. ഇപ്പം ബ്ലഡിൽ തന്നെ നിൽക്കും ഈ ഷുഗർ, ശരീരത്തിലേക്ക് അധികമായിട്ട് എത്തുന്ന ഈ ഷുഗർ വേറെ എങ്ങും സ്റ്റോർ ചെയ്യാൻ പറ്റാതെ ബ്ലഡിൽ തന്നെ നിൽക്കും. ഇപ്പൊ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ ക്രമാതീതമായിട്ട് കൂടും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇനോസിറ്റോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓവുലേഷൻ ശരിയായ രീതിയിൽ നടക്കുന്നു. ഫെർട്ടിലിറ്റി, ഒപ്പം ഓവുലേഷനും പീരീഡ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നാൽ തന്നെ എന്താ പ്രത്യുൽപാദനം ശരിയായ രീതിയിൽ നടക്കും. ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിലോട്ടൊന്നും പോവാതെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ വന്ധ്യതയിലേക്കൊന്നും നയിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനോസിറ്റോൾസ്. പിന്നെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്നത് ഒരു മെയിൽ ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ഒരു പുരുഷ ഹോർമോൺ ആണ്. അപ്പൊ ഈ പുരുഷ ഹോർമോൺ PCOD ഉള്ള സ്ത്രീകളിൽ കൂടുതലായിരിക്കും. അപ്പം അതിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെഴ്സ്യൂട്ടിസം എന്ന് പറയുന്നത് പുരുഷ ഹോർമോൺ കൂടുതലായതുകൊണ്ട് തന്നെ ശരീരത്തിന്, ആ ശരീരാവയവങ്ങളിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഹെയർ കാണാം, അല്ലെങ്കിൽ രോമ വളർച്ച കാണാം. അപ്പം ആ ഒരു അവസ്ഥയാണ് പുരുഷന്മാരുടേത് പോലെയുള്ള രോമ വളർച്ച. അപ്പൊ അതാണ് ഹെഴ്സ്യൂട്ടിസം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു. ഇനി അയൺ, നമുക്കറിയാം പൊതുവേ സ്ത്രീകൾക്ക് അയൺ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതായത് മാസാമാസം ബ്ലഡ് ഇത്ര അളവില് പീരീഡ്സിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം അതിലൂടെ നഷ്ടപ്പെടുന്ന രക്തം തിരിച്ച് ഉണ്ടാവണം, റീജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കണം. എന്നാൽ അയൺ അടങ്ങിയ ആഹാരം ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനീമിക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അയൺ കഴിക്കുന്നതിലൂടെ അനീമിക് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി സിങ്ക് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടിലിറ്റി, അല്ലെങ്കിൽ അവരുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് സിങ്ക്. കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കുന്നു. ഹെഴ്സ്യൂട്ടിസം മുന്നേ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരുടേതുപോലെ രോമവളർച്ച ഉണ്ടാവുന്നു ശരീരഭാഗങ്ങളിൽ നിന്ന് വന്നു. അപ്പം അതിനെ ഒരു പരിധി വരെ തടയുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ PCOS ഒക്കെ ഉള്ള സ്ത്രീകള് 5 മുതൽ 10% വരെയെങ്കിലും അവർ വെയിറ്റ് കുറയ്ക്കണം. അപ്പം വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും PCOS ഒക്കെ ഉള്ളവർക്ക്, മറ്റു പ്രശ്നങ്ങൾ കാരണം. അപ്പം വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു 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 മിനറലാണ് സിങ്ക് എന്ന് പറയുന്നത്. ഇനി ക്രോമിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എത്ര വെയിറ്റ് വേണം എന്നുള്ളതിനൊരു കണക്കുണ്ട്, BMI, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ അത് കൂടുതലാണ്, ഭയങ്കര ഒബീസ് ആണ്, അതിൽ കൂടുതൽ വണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു പുരുഷ ഹോർമോണാണ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ ഒക്കെ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ട്, ചെറിയ ചെറിയ അളവിലാണുള്ളത്. പക്ഷെ അത് കൂടിക്കഴിയുമ്പോഴാണ് മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പൊ ഈ ആൻഡ്രോജൻ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ക്രോമിയം എന്ന് പറയുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസുലിൻ കൂടാതെ, രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടാതെ കുറച്ച് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പി സി ഒ ഡി ഉള്ള സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ, പി സി ഒ ഡി പേഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 85% സ്ത്രീകളും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആയിരിക്കും. വൈറ്റമിൻ ഡി അവരുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നമുക്ക് ഫുഡിലൂടെ നമുക്ക് ഇതിനെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് സപ്ലിമെന്റുകൾ നമ്മൾ കഴിക്കുന്നത്. അപ്പം ഈ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ ഫുഡിലൂടെ ശരീരത്തിലേക്ക് എത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള സപ്ലിമെന്റുകൾ കഴിക്കുന്നതിലൂടെയാണ്. ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന്, എത്ര പ്രോട്ടീൻ വേണം, എത്ര ന്യൂട്രീഷൻസ് വേണം, എന്തൊക്കെയാണ് മിനറൽസ് ശരീരത്തിന് ആവശ്യം എന്ന് കണ്ടുപിടിച്ച് അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒപ്പം വ്യായാമം ചെയ്യാണ് നമ്മുടെ ശരീരത്തിന്, എന്താ വെറുതെ ഇരിക്കുകയല്ല, നല്ല നല്ല രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, യോഗ, അതുപോലെ തന്നെ എക്സസൈസ് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അങ്ങനെയുള്ള ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നു. അതുപോലെ തന്നെ പി സി ഒ ഡി, പി സി ഒ എസ് ഒക്കെ കണ്ടീഷൻസ് ഉള്ള സ്ത്രീകൾക്ക് അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ബി വൈറ്റമിൻസ്. ബി വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ B6, വൈറ്റമിൻ B12, ഫോലേറ്റ്. ഫോലേറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ B9. ഇങ്ങനെ ബി വൈറ്റമിൻസ് കഴിക്കാം. ഇപ്പൊ പി സി ഒ ഡി ഉള്ള സ്ത്രീകൾ ചിലപ്പം മെഡിക്കേഷൻസ് എടുക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും. ചില മെഡിസിൻ കഴിക്കുമ്പോൾ വൈറ്റമിൻ B12 കുറയാനായിട്ട് കാരണമാവും, ക്രമാതീതമായിട്ട് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ഒരു ഹോർമോൺ, അല്ലെങ്കിൽ അതൊരു അമിനോ ആസിഡാണ് ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്നത്. ഈ ഹോമോസിസ്റ്റൈൻ്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടും വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആവുമ്പോൾ. അത് ഈ പി സി ഒ ഡി സംബന്ധമായിട്ട് മരുന്നുകൾ കഴിക്കുമ്പോൾ, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പം ഈ വൈറ്റമിൻ B12 ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സപ്ലിമെന്റേഷൻസ് കഴിക്കുക. പുറത്ത് നിന്ന് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ ഈ ഹോമോസിസ്റ്റൈൻ്റെ അളവ് കൂടി നിൽക്കുന്നത് അത് കുറയുകയും റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി പ്രോബയോട്ടിക്സുകൾ. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിൽ ധാരാളം ബാക്ടീരിയകളുണ്ട്. ട്രില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ ബാക്ടീരിയകളാണ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ വിഘടിപ്പിക്കുകയും അതിനെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ശരീരത്തിലുള്ള ബാക്ടീരിയ. ആ ബാക്ടീരിയക്ക്, നല്ല ബാക്ടീരിയകൾ എന്തൊക്കെയാണോ അതിന് ഫുഡ് വേണ്ടത് അതൊക്കെ നമ്മൾ കൊടുക്കണം. അതേസമയം നമ്മൾ കഴിക്കുന്ന ആഹാര രീതി വ്യത്യസ്തമാണ്. നല്ല ആഹാരമൊന്നും അല്ല കഴിക്കുന്നത്, ഹാർംഫുൾ, ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ആഹാരമൊക്കെയാണ് കഴിക്കുന്നത്. പുറത്തു നിന്ന് ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, പാക്കേജിൽ വരുന്ന ഫുഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആമാശയ വ്യവസ്ഥയെ അത് ബാധിക്കും, ഗട്ട് ഹെൽത്തിനെ ബാധിക്കും. അപ്പം ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ധാരാളം പച്ചക്കറികൾ, ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കാം. തൈര് കഴിക്കുന്നത് നല്ലതാണ്. ഒരു കപ്പ് തൈര് ദിവസവും കഴിക്കുന്നത് ഈ ബാക്ടീരിയകളുടെ ഹെൽത്തിന്, നല്ല നല്ല ഹെൽത്തിന് കാരണമാവുന്ന ഭക്ഷണങ്ങളാണ്. അപ്പം അതൊക്കെ കഴിക്കാം. പ്രോബയോട്ടിക്സ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇനി ഒമേഗ 3. ഒമേഗ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതായത് അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ നീർവീഴ്ച അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ ഒമേഗ 3ക്ക് കഴിയുന്നു. ഇൻസുലിൻ ലെവല് പൊതുവെ പി സി ഒ ഡി, പി സി ഒ എസ് ഒക്കെ ഉള്ള സ്ത്രീകളിൽ കൂടുതലായിരിക്കും. ആ ഇൻസുലിൻ്റെ ലെവലിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഒമേഗ 3 കഴിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇൻസുലിൻ ലെവൽ മാത്രമല്ല, കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ലെപ്റ്റിൻ ലെവൽ. ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ ചെല്ലും. അതായത് എനിക്ക് ആവശ്യത്തിനുള്ള ഊർജം കിട്ടി, എനിക്ക് ഇത്രയും മതി ആഹാരം എന്ന് പറയുന്ന, നമുക്ക് ഫുള്ളായിട്ട് തോന്നും. അങ്ങനെ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത്. നമ്മുടെ വിശപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ലെപ്റ്റിൻ ചിലപ്പം ഈ പി സി ഒ ഡി ഉള്ള സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കൂടാം. അതായത് ചിലപ്പം അത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കില്ല, കുറയാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ വിശപ്പ്, ഭയങ്കര എപ്പോഴും വിശപ്പ് ഉണ്ടാവും. നമുക്കറിയില്ല, വയറ് നിറഞ്ഞാലും അറിയില്ല, ബ്രെയിനിലേക്ക് ആ സിഗ്നൽ ചെല്ലില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ ആഹാരം അധികം കഴിക്കുന്നത്, ഭയങ്കരമായിട്ട് വിശപ്പായിരിക്കും.
അങ്ങനെ വണ്ണം കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒമേഗ 3 കഴിക്കുന്നതിലൂടെ ഈ ലെക്റ്റിന്റെ അളവിനെ നമുക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഇനി ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്ന് പറയുന്നത്, ഈവനിങ് പ്രിംറോസ് എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. അതിന്റെ ഓയില് പീരീഡിന്റെ സമയത്ത് ഉണ്ടാവുന്ന വേദന, പെയിൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓവുലേഷൻ, ശരിയായ രീതിയിൽ ഓവുലേഷൻ അല്ലെങ്കിൽ മാസമായിട്ട് ഇങ്ങനെ അണ്ടം മെച്ചുറായിട്ട് എഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സസ്യമാണ് ഈവനിങ് പ്രിംറോസ്, അതിന്റെ ഓയിൽ. ഇനി പ്ലാൻ ബേസ്ഡ് സോയ്, അതായത് സസ്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സോയ്, അത് സോയ് പ്രോട്ടീനുകൾ കഴിക്കുക. അപ്പം അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു എന്താ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് അത് ഉതകുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നു, ഹോർമോൺ ബാലൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പീരീഡ്സ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഓവറോൾ ഒരു മെറ്റബോളിക് ഹെൽത്ത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രഗ്നന്റ് ആവാൻ, കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കൺസീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു പട്ടിക എന്ന് പറയുന്നത് ഒരു ടേബിള് തന്നിട്ടുണ്ട്. അതായത് ICMR അല്ലെങ്കിൽ NIN, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഓരോ ഏജ് ഗ്രൂപ്പിൽ ഇപ്പൊ 10 മുതൽ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് എത്ര അളവില് അയൺ ഒരു ദിവസം ആവശ്യമാണ്, എത്ര ഇഞ്ച് അയൺ, അതുപോലെ തന്നെ ഫോലേറ്റ്, vitamin B12, vitamin C, സിങ്ക്, മറ്റു വൈറ്റമിൻസ് ഒക്കെ എത്ര അളവിൽ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് 10 മുതൽ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടിക്ക് ആവശ്യമാണ് എന്നുള്ളതിന്റെ ഒരു കണക്കാണ്. അത് 13 മുതൽ 15 വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടിയിലേക്ക് വന്നാൽ അത് എത്രത്തോളം ആവശ്യമുണ്ട്. 16 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടിക്കാണെങ്കിൽ അയണും ഫോലേറ്റും vitamin B12 മറ്റു മിനറൽസും ഒക്കെ എത്ര അളവിൽ പെർ ഡേ ആവശ്യമുണ്ട്. ഇനി അത് സ്ത്രീകൾ, അതായത് 18 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളാവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട്. ഇനി പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് എത്രത്തോളം ആവശ്യമുണ്ട്. ഇനി മുലയൂട്ടുന്ന അമ്മമാർക്ക് എത്രത്തോളം ന്യൂട്രീഷൻസ്, അയണും ഫോലേറ്റും vitamin B12 ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ ഒരു പട്ടികയാണത്. നമുക്കത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി PCOD സമയത്ത് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ന്യൂട്രീഷൻസ് നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഒരു ദിവസം ഒരു സ്ത്രീക്ക് എത്ര അളവില്, അതായത് അയണും ഫോലേറ്റും മറ്റു മിനറൽസും ഒക്കെ ഒരു എത്ര അളവിൽ ശരീരത്തിലേക്ക് എത്തണം എന്നുള്ളതിനൊരു കണക്കുണ്ട്. റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് സപ്ലിമെന്റില് അയൺ ആ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഡയറ്ററി അലവൻസിന്റെ 75% ഉണ്ട്. ഫോലേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് vitamin B9 ആണെന്നുണ്ടെങ്കിൽ 77%, vitamin B12 45%, സിങ്ക് 76%, vitamin C 62%, vitamin E 49%, vitamin D 33% അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആഹാരത്തിലൂടെ നമുക്ക് ന്യൂട്രീഷൻസും മിനറൽസും ഒക്കെ എത്തിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള സപ്ലിമെന്റുകളുടെ സഹായം തേടുന്നത്. ഇപ്പൊ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻസ് ശരീരത്തിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ ഇന്ന് നേരിടുന്ന മിക്ക ജീവിതശൈലി രോഗങ്ങളെയും കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഇപ്പൊ PCOD, PCOS ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് മതിയായ അളവിൽ ന്യൂട്രീഷൻസ് എത്തിക്കാൻ ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ എത്ര ശ്രമിച്ചാലും കഴിക്കുന്ന ആഹാരത്തിലൂടെ ന്യൂട്രീഷൻസ് എത്തുക എന്ന് പറയുന്നത് വളരെ പാടാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു ന്യൂട്രീഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് വിമൻ. ഇനി മുന്നേ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ അറിയാം എനിക്ക് PCOD ഉണ്ട് എന്നുള്ളത്? അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അറിയാം. ബ്ലഡ് ടെസ്റ്റ് നടത്തും. മെയിൽ ഹോർമോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ PCOD ചെക്ക് ചെയ്യാൻ പറ്റും. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ, കൊളസ്ട്രോളിന്റെ, ട്രൈഗ്ലിസറൈഡിന്റെ അളവ് നോക്കും. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യും. അത് തന്നെയാണ് ഈ PPT-യിലുള്ളത്. ഇനി ചില ഹെർബ്സ് നമ്മുടെ PCOD സമയത്ത് സഹായിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ചില എന്താ പറയുക സസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇതിന്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തപ്പോൾ
ശരിയായിട്ട് വന്നിട്ടില്ല. മുരിങ്ങയുടെയൊക്കെ ഇപ്പോഴും പട്ടയുടെ തന്നെയാണ്, സിനമണിന്റെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം സിനമൺ. സിനമൺ എന്ന് പറയുമ്പോൾ പട്ട. അത് നമ്മുടെ ഇൻസുലിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടെർമറിക് എന്ന് പറയുമ്പോൾ മഞ്ഞളിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അത് ഈ ഹോർമോണിന്റെ ഇൻബാലൻസസ് ഉണ്ടാവാതെ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെർമറിക്. ഇനി തുളസി എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ട്രെസ്, ആ സമയത്ത് സ്ത്രീകൾക്ക് PCOS ഒക്കെ ഉള്ള സ്ത്രീകൾക്ക് സ്ട്രെസ് ഹോർമോൺ കൂടുതലായിരിക്കും. എപ്പോഴും ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ട്രെസ്സിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സസ്യമാണ് ബേസിൽ അല്ലെങ്കിൽ തുളസി എന്ന് പറയുന്നത്. ഇനി അസോഫെറ്റിഡ. നമ്മുടെ ആമാശയത്തിന് അല്ലെങ്കിൽ ഗട്ടിന്റെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രോപ്പറായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ഡൈജസ്റ്റ് ആവണം, ദഹിക്കണം, മതിയായ അളവിൽ അതിൽ നിന്നും ന്യൂട്രിയൻസ് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് എത്തണം. അപ്പം അതിനൊക്കെ നല്ല രീതിയിലുള്ള ദഹനം നടക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് അസഫറ്റിഡ അല്ലെങ്കിൽ കായം എന്ന് പറയുന്നത്. അത് മെൻസ്ട്രേഷൻ സമയത്ത് ഉണ്ടാവുന്ന ഈ ബ്ലോട്ടിങ്, മറ്റു പ്രശ്നങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അശ്വഗന്ധ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ക്രമാതീതമായിട്ട് കൂടും. അപ്പൊ ഈ കോർട്ടിസോളിന്റെ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അശ്വഗന്ധ. അതുപോലെ തന്നെ ഹോർമോണിന്റെ ബാലൻസ് ചെയ്യുന്നു. ഓവുലേഷൻ ശരിയായിട്ട് നടക്കാൻ, ശരിയായ രീതിയിൽ അണ്ഡാശയ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ശതാവരി സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നറിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ, ആരോഗ്യത്തോടെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശതാവരി. അത് മാത്രമല്ല, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഹോർമോണിന്റെ അല്ലെങ്കിൽ ഹോർമോൺ ശരിയായ രീതിയിൽ ഹോർമോണിന്റെ പ്രവർത്തനമൊക്കെ നടക്കാൻ, കൂടാതെ കുറയാതെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ലൈക്കോറൈസ്, അതായത് അതിമധുരം, ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന ഒരു ഹെർബ്. അത് കോർട്ടിസോളിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺ ആണ്. അതിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോർമോണിന്റെ ലെവൽ കറക്റ്റ് ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മുരിങ്ങ അതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ശരീരത്തിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസ് എന്താണ്, നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഊർജം വേണം. അപ്പം ആ ഒരു ഊർജമായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ മെറ്റബോളിസം എന്ന് പറയുന്നത്. അത് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുരിങ്ങ. അതുപോലെ തന്നെ ഹോർമോണിന്റെ കൂടാതെ കുറയാതെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആഹാര രീതിയിൽ മാറ്റം കൊണ്ടുവരണം, ഇത്ര ന്യൂട്രിയൻസ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് ഈ PCOD അല്ലെങ്കിൽ ഈ PCOS പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും? എന്നെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഷുഗറൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഷുഗറൊക്കെ നമുക്കൊരു പരിധി വരെ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരിയായിട്ടുള്ള വ്യായാമം ചെയ്തും അല്ലെങ്കിൽ ആഹാര രീതിയിൽ മാറ്റം വരുത്തിയും ഒക്കെ മാത്രമേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പം അത് കൺട്രോൾ ആയി എന്ന് കണ്ട് പിന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഷുഗർ കൂടും. അപ്പം അതുപോലെ തന്നെയാണ് ഈ PCOD PCOS ഒക്കെ. അപ്പം ജീവിത രീതിയിൽ മാറ്റം വരുത്തുക, അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ തുടർച്ചയായിട്ട് വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് എത്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ PCOD അല്ലെങ്കിൽ PCOSനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ PCOD PCOS ഒക്കെ ഉള്ള സ്ത്രീകൾ പൊതുവെ ഒരു 5 മുതൽ 10% വരെ വെയിറ്റ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചില സ്ത്രീകളിൽ പീരീഡ്സ് തിരിച്ചു വരും. അപ്പൊ ഈ 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോഴാണ് പീരീഡ്സ് വരുന്നത് എന്നുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ വെയിറ്റ് കുറച്ചാൽ തന്നെ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വന്നു തുടങ്ങും ചില സ്ത്രീകളിൽ. ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് PCOD PCOS ഒക്കെയുള്ള സ്ത്രീകൾ അത് പ്രാക്ടീസ് ചെയ്ത് ഫലം കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ 12 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുകയും അടുത്ത 12 മണിക്കൂറിൽ മാത്രം ഫുഡ് കഴിക്കുക, 12 മണിക്കൂർ ആ ഒരു ഇടവേളകളിൽ 12 മണിക്കൂർ മാത്രം കഴിക്കുക. അങ്ങനെ ഇത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് ഇതൊരു 16 മണിക്കൂറിൽ നിന്ന് 16:8 എന്നുള്ളൊരു റേഷ്യോ ആയിട്ട് മാറുന്നു. അതായത് 16 മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുന്നു, അടുത്ത 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു
രീതി, അതിനാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ പപ്പായ, അതുപോലെ തന്നെ പൈനാപ്പിൾ കഴിക്കാം, ബനാന, പഴവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി അതുപോലെ തന്നെ ഈ മുഴുധാന്യങ്ങൾ, മുഴുവനുള്ള ധാന്യങ്ങൾ, സസ്യ സസ്യഭാഗം അല്ലെങ്കിൽ സസ്യത്തിൽ നിന്നും എടുക്കുന്ന പ്രോട്ടീന്, അതുപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം, ഹെൽത്തി ഫാറ്റ് കഴിക്കാം, ധാരാളം വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ജലാംശം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ജ്യൂസ് ആയിട്ട് കുടിക്കാതെ ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, PCOD PCOS ഒക്കെയുള്ള സ്ത്രീകളിൽ, അതായത് ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും, അല്ല അതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ, ഇപ്പൊ ഫ്രൂട്ട് അതേപോലെ കഴിക്കുമ്പോൾ അതിനെ വിഘടിപ്പിച്ച് പല മറ്റ് ഘടകങ്ങളിലാക്കി മാറ്റി കോശത്തിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെയല്ല നമ്മളത് ജ്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ നേരിട്ട് ഷുഗറിന്റെ അളവ് ബ്ലഡിലേക്ക് വരികയാണ്. അപ്പൊ അത് പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടാൻ ഒരു കാരണമായിട്ട് മാറിയേക്കും. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ അതേ രീതിയിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ പരമാവധി, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. മധുരം മാത്രമല്ല, മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ നമ്മുടെ ഡയറ്റിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. പാക്കേജ്ഡ് ഫുഡ് കഴിക്കാതിരിക്കുക, കൂൾ ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കുക, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മാത്രമേ, ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തിയാൽ മാത്രമേ PCOD PCOS പോലെയുള്ള കണ്ടീഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതിയാണ്, ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൽ കൂടുതൽ ചോറായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ റൈസോ ചപ്പാത്തിയോ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും, കാർബായിരിക്കും കൂടുതൽ, വെജിറ്റബിൾസ് വളരെ കുറവായിരിക്കും. പക്ഷെ ശരിയായ രീതി എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ ആയിരിക്കും, അപ്പൊ കാർബ് എത്രയാണോ അതിന്റെ ഇരട്ടി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലക്കറികള്, പച്ചക്കറികളൊക്കെ അതിന്റെ ഇരട്ടി വേണം നമ്മുടെ ശരീരത്തിന്, അത്രയും ആവശ്യമാണ്, അതിന്റെ ഇരട്ടിയോളം നമ്മൾ കഴിക്കണം. പക്ഷെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡയറ്റ് നോക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഡയറ്റ് നോക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വേണം ഹെൽത്തി ആയിട്ട്. ഇപ്പം PCOD ഉള്ള സ്ത്രീകളെന്ന് മാത്രമല്ല, പൊതുവെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റ് ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, അസഫറ്റിഡ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആമാശയ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റായിട്ട് നടക്കാനായിട്ട് അസഫറ്റിഡ അല്ലെങ്കിൽ ഹിങ്, കായം, അത് നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ഫുഡ്, നമ്മൾ ഈ ആഹാരം അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ, അലൂമിനിയം പാത്രങ്ങളിലൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അത് മാറ്റി, അല്ലെങ്കിൽ അത് കുറച്ച് സ്റ്റീലില് അല്ലെങ്കിൽ കുപ്പി, ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ, കണ്ടെയ്നേഴ്സിലൊക്കെ ശേഖരിച്ച് വെക്കുന്നതായിരിക്കും ഉത്തമം. ഇനി എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. കാർഡിയോ എന്ന് പറയുന്നത് ഓടുക, നടക്കുക, അതിലൂടെയൊക്കെയാണ്. അപ്പം എക്സസൈസ് ചെയ്യാന്ന് പറയുന്നത് ഓടാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത് മാത്രമല്ല, ഒപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് മസിലിന്റെ ഗ്രോത്തിന്, അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ മസിൽ ലോസ് ഉണ്ടാവും. അപ്പം അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ, അല്ലെങ്കിൽ അത് ഒരുപാട് മസിൽ ലോസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റുന്നവർ ജിമ്മിൽ പോവുക, അപ്പൊ യോഗ ചെയ്യാൻ പറ്റുന്നവർ യോഗ ചെയ്യുക, അപ്പൊ പ്രാണായാമം ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രാണായാമം ചെയ്യാം. അപ്പം എന്ത് എക്സസൈസ് ആണോ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. നമ്മൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പക്ഷെ അങ്ങനെയല്ല. നല്ല രീതിയിൽ ശരിയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം എക്സസൈസ് അല്ലെങ്കിൽ ഇങ്ങനെ വ്യായാമം ചെയ്യുക എന്നുള്ളത് ഡെയിലി നമ്മൾ നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ട അവസരങ്ങളിൽ ഇന്ത്യൻ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അങ്ങനെയല്ല, ഇപ്പൊ വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യുക. ഇപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിസോൾ ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് പറ്റും, രണ്ട് തവണ, ദിവസം 2 തവണ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ന്യൂട്രീഷൻസ് ശരീരത്തിലേക്ക് ഡയറ്റിൽ മാറ്റം വരുത്തുക. ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെയാണോ ശരീരത്തിന് ആവശ്യം അതൊക്കെ എത്തിച്ചു കൊടുക്കുക. ന്യൂട്രീഷൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ വൈറ്റമിൻ D ഒക്കെ സ്ത്രീകൾക്ക്, പൊതുവെ PCOD ഉള്ള സ്ത്രീകൾക്ക് 85% സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ D ഡെഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ന്യൂട്രീഷൻസ് പ്രോപ്പർ ആയിട്ട് ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്.
അപ്പം അതിന് ഒന്നാമത് നമ്മുടെ ന്യൂട്രിചാർജ് വിമൻ സപ്ലിമെന്റ് കഴിക്കാം. ഇപ്പം ന്യൂട്രിചാർജ് വിമൻ സപ്ലിമെന്റ് കഴിക്കുന്നതിലൂടെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിന്റെ എന്താണ് ഒരു ഇത്ര ശതമാനത്തോളം അയണും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി കോംപ്ലക്സും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ന്യൂട്രിചാർജ് വിമൻ സപ്ലിമെന്റ് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. അതിലൂടെ തന്നെ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ പ്രോട്ടീൻ ആയിട്ട് ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കാം. അത് വീഗൻ ആണ്. അതുപോലെ തന്നെ അതൊരു പ്രീബയോട്ടിക് ഫൈബർ, അതിൽ ധാരാളം ഫൈബർ ഉണ്ട്. ആഡഡ് ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല. അപ്പം അത് നമുക്ക് സ്ട്രോബെറി പ്രോഡക്റ്റ് പ്രോട്ടീൻ ആയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ വെജ് ഒമേഗ 3യുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. ഹാർട്ടിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ ലെപ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ അതൊരു എന്താ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിറഞ്ഞു, നമുക്ക് ഇത്ര മതി, നമുക്ക് ആവശ്യത്തിന് എനർജി കിട്ടി എന്നൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ആ ലിപ്റ്റിൻ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ന്യൂട്രിചാർജ് വെജ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലില് വരുത്തിയാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റും ഇങ്ങനെ PCOD PCOS പോലെയുള്ള കണ്ടീഷൻസ് ഉള്ള സ്ത്രീകളുണ്ട്. അപ്പം അവര് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, എന്തൊക്കെ ചെയ്താൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. PCOD എന്ന് പറയുന്നത് ഓവറിയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സിസ്റ്റ് അല്ലെങ്കിൽ മുഴകൾ മാത്രമല്ല, മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. അതായത് മെന്റലി ഫിസിക്കലി ഒക്കെ മറ്റു പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട് PCOD PCOS. അതുകൊണ്ടാണ് ഇപ്പം അതിന്റെ പേര് PMOS എന്ന് മാറ്റിയിരിക്കുന്നത്. അപ്പം ഓവറോൾ ആയിട്ടുള്ള ശരീരത്തിന്റെ മെറ്റബോളിസത്തെയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ. അപ്പം ഇതിനെപ്പറ്റി അവയർനെസ് നമുക്ക് പരിചയമുള്ള ആളുകളിലേക്ക് എത്തിക്കുക, നമ്മുടെ ന്യൂട്രിഷൻ സപ്ലിമെന്റുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിലൂടെയൊക്കെയാണ് ഈ ഒരു അവസ്ഥയെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു അവസരം തന്ന ഈ ഒരു സെഷൻ എനിക്ക് അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRC.